വായിലിട്ട് അലിഞ്ഞിറങ്ങുന്ന നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. സംഭവം സിമ്പിളാണ് ഉണ്ടാക്കാൻ. ആദ്യം തന്നെ ഇതിൻ്റെ ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1.5 കപ്പ് പൊടിച്ച ശർക്കര ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ശർക്കര പാനിയാക്കിയെടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞു ചേർന്ന് വന്ന് ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. നൂൽപ്പരുവൊന്നുമില്ല. ദാ ഇവിടെ ശർക്കരപ്പാനി റെഡിയാക്കിയിട്ടുണ്ട്. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പൊട്ടുകടലയാണ്. ഇത് സാധാരണ ആ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു കടലയാണ്. ഈ ഒരു കടല ആദ്യം നല്ല പോലെ തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ആദ്യമേ വറുത്തതാണ്, എങ്കിൽ കൂടി നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. ഇവിടെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ നല്ല പോലെ ആറി വന്നതിന് ശേഷം മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിനി ഒരു വലിയ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അതിൻ്റെ ചൂടൊരൽപ്പം ആറി വന്നതിന് ശേഷം അരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ മുഴുവനായിട്ടും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാച്ചസ് ആയിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഒട്ടും കട്ടകളില്ലാതെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ആദ്യം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തോളൂ. അതിനുശേഷം ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ കട്ടിയായി തുടങ്ങും. ആ ഒരു സമയത്ത് ഇത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ മറക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നല്ല അടി കട്ടിയായിട്ടുള്ള പാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ നന്നായിട്ട് കട്ടിയായി വന്നതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മൾ ചേർത്ത് കൊടുത്ത നെയ്യൊക്കെ നല്ലപോലെ അബ്സോർബായി വന്ന് കുറച്ചും കൂടെ കട്ടിയായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും. ഈ ഒരു സമയത്ത് വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ടോട്ടൽ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവറിനായിട്ടാണ്. അതിനുശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്തെടുത്താൽ മതി. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതുപോലെ നന്നായിട്ട് പാനിൽ നിന്നൊക്കെ റിലീസായി സ്ട്രക്ചർ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു പാകത്തിലേക്കായി വരും. ആ ഒരു സമയം വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഇത് നെയ്തടവി വെച്ച പാത്രത്തിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറിലേക്കോ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബട്ടർ പേപ്പറിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. റെക്ടാങ്കിൾ ഷേപ്പിലേക്കാണ് ലെവൽ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് കട്ട് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊട്ടുകടല ഉപയോഗിച്ചിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയണേ.